പൂരത്തിന്റെ ആവേശക്കൊടുമുടിയിലാണ് തൃശൂർ. പൂരപ്രേമികൾ പൂരവിളംബരം ആഘോഷമാക്കി. നീതലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയ കൊമ്പൻ എറണാകുളം ശിവകുമാർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്നു. ഇതോടെ നാട് പൂരാവേശത്തിലേക്ക് കടന്നു. പൂരനഗരിയിൽ നിന്ന് രാത്രി വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, ഒരു വർഷത്തെ കാത്തിരിപ്പിലായിരുന്നു. ഇപ്പോൾ ശ്രീജിത്തും CV അനുമോദും ഒരുമിച്ചാണ് നമുക്കൊപ്പം ചേരുന്നത്. വലിയ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും ഒരു പൂരം കൂടി എത്തുകയാണ്. രാവിലെ മുതൽ തൃശൂർ പൂരാവേശത്തിലാണ്. എന്താണ് അവിടെ നിന്നും ഉള്ള രാത്രി കാഴ്ചകൾ? രേണുക, രാത്രി പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും തന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെതായിട്ടില്ല. ഉച്ചയോടെ ഇന്നത്തെ ചടങ്ങുകളൊക്കെ കഴിയും. ഇന്നിപ്പോൾ രാത്രി നമുക്ക് ആളുകളെല്ലാം തന്നെ പൂരനഗരിയിൽ വന്ന് കാണുന്നു. ദീപാലങ്കൃതമായ തെക്കേ ഗോപുരനടയും അതുപോലെ നമ്മുടെ പന്തലുകളൊക്കെ കണ്ട് ആസ്വദിക്കുന്നു. ആനച്ചമയങ്ങൾ കാണുന്നു. അങ്ങനെ കണ്ടു നടക്കുന്നു അല്ലേ ശ്രീത്? രാത്രി എനിക്ക് തോന്നുന്നു ഈ തെക്കേ ഗോപുര നട തന്നെയാണ് പൂരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയെ നമുക്ക് എടുത്ത് പറയാൻ കഴിയുന്നത്. ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ട് ഇതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ചിത്രങ്ങളൊക്കെ പകർത്തി ഇവിടെ നിന്ന് തൊട്ടടുത്ത് നിന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ചു പോവുകയാണ്. ഈ ഗോപുര നടയുടെ ഒരു മനോഹരമായ ഭംഗി അങ്ങനെ കാണാൻ അതങ്ങനെ ദീപാലങ്കൃതമായി വെച്ചിരിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് പുറത്ത് ആളുകളുടെ മറ്റൊരു കാഴ്ചയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ ഒരു പൂരനഗരിയിലേക്ക് എത്തി നാളത്തേക്കുള്ള ഒരു കാത്തിരിപ്പായിരിക്കും. നാളെ രാവിലെ കണിമംഗലം ശാസ്താവിന്റെ വരവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ തെക്കേ നടയുടെ എല്ലാത്തിന്റെ ഒരു അടിസ്ഥാനം കണിമംഗലം ശാസ്താവ് നാളെ രാവിലെ 7:30 ഇതുവഴിയാണ് അകത്തേക്ക് പ്രവേശിക്കുക. അതോടെയാണ് ശരിക്കും ചെറുപൂരങ്ങള് ക്ഷേത്ര സന്നിധിയിൽ എത്തി തുടങ്ങുക. അങ്ങനെയാണ് 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരത്തിന് തുടക്കാവുന്നതാണ് സങ്കല്പം. മാത്രമല്ല മറ്റ് ഘടകപൂരങ്ങളിൽ 6 എണ്ണവും ഇതുവഴിയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ശരിക്കും നാളത്തെ ഏറ്റവും വലിയ പോയിന്റ് നമ്മൾ നിൽക്കുന്ന തെക്കേ ഗോപുര നടയാണ്. അതായത് ഇന്നും ഇതായിരുന്നു തെക്കേ ഗോപുര നട തന്നെയാണ് ഏതാണ്ട് എല്ലാ കാഴ്ചകളുടെയും. നെയ്തലക്കാവിലമ്മ തുറന്നു വരുന്നത് ഇന്ന് ഇതുവഴി തുറന്നതോടെയാണ് പൂര വിളംബരമായത്. നാളെ കണിമംഗല ശാസ്ത്ര ഇവിടെ കയറുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു നാളത്തെ ഒരു പ്രധാന ഹൈലൈറ്റ് തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് ഒരു പ്രധാന ഹൈലൈറ്റ് രാമന്റെ വരവായിരിക്കും അല്ലെ? ചെമ്പൂക്കാവിന്റെ രാമന്റെ വരവ്. കാര്യം ഇന്ന് രാവിലെ ശ്രീത് പറഞ്ഞതാണ്, ഈ ഒരു തെക്കേ നട തുറക്കുന്ന ആ ഒരു ആചാരം തന്നെ ആഘോഷമാക്കിയതും ഇത്രയും ജനങ്ങളിലേക്ക് എത്തിയതും രാമന്റെ ആ നട തുറന്നുള്ള കടന്നുവരവായിട്ട് രാമൻ അത് ഏറ്റെടുത്തതോടെയാണ് ഇതൊരു വലിയ ആഘോഷമായത്. അപ്പോൾ രാമൻ ഇന്ന് വരാത്തതിൽ പലരും വലിയ സങ്കടം പറയുന്നുണ്ട്. നാളെ ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ട് രാമൻ വരുന്നു. 8:30 8:45 അവരുടെ സമയം. 9 മണിയോടെ ചിലപ്പോ ഈ തെക്കേ ഗോപുരനടയിൽ തെക്കോട്ടിറക്കത്തേക്കാൾ കൂടുതൽ ആളുകൾ തടിച്ചുകൂടാനുള്ള സാധ്യത കാണുന്നു. പലരും ഈ തെക്കോട്ടിറക്കം അല്ലെങ്കിൽ പോലും ഈ നെയ്തലക്കാവൽ അമ്മയുടെ വരവിൽ എറണാകുളം ശിവകുമാറിനെ ഒക്കെ കാണാൻ വേണ്ടി പോലും വലിയ തിരക്കുണ്ടാവും. അപ്പൊ രാമൻ വരുന്ന സമയം ആഘോഷമായിരിക്കും. പിന്നെ നാളെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഇവിടെ പൂഴിയിട്ടാൽ വീഴാത്തത്ര ജനങ്ങൾ തടിച്ചുകൂടും. 4 മണി കഴിഞ്ഞാൽ ഇലഞ്ഞിത്തറ മേളവും മടത്തിലൂർ പഞ്ചവാദ്യം കഴിഞ്ഞ് 11:30 മടത്തിൽ വരവ് തുടങ്ങും. അത് അവിടെ നിന്ന് മടത്തിൽ നിന്ന് തുടങ്ങും. പിന്നെ അതിനുശേഷം 2 മണിക്ക് ശേഷമാണ് ഇലഞ്ഞിത്തറ മേളം തുടങ്ങുക. 4:30 വരെ നീണ്ടു നിൽക്കും. 5 മണിയോടെ നമ്മൾ ഈ കാണുന്ന ഇടം മുഴുവൻ ആനകളും തെക്കോട്ടിറക്കം ദേവസംഗമം അങ്ങനെ ശരിക്കും പറഞ്ഞാല് ഈ വശത്ത് നിൽക്കുക തിരുവമ്പാടിയല്ലേ? അതെ. ആദ്യം പാറമേക്കാവ് ഇതുവഴി ഇറങ്ങി അവിടെ രാജാവിന്റെ പ്രതിമയുടെ അടുത്ത് പോയിട്ട് ബലം വെക്കും. അവിടെ മടങ്ങി വന്ന് ഇവിടെ നിൽക്കും. അതിനുശേഷം തിരുവമ്പാടി ഭഗവതി ഇവിടെ വന്ന് അവിടെയാണ് ദേവസമാഗമം എന്ന് പറയാ. ദൈവിക ദർബാർ എന്നാണ് അത് പറയാ. എനിക്കൊന്നും ഈ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ കുടമാറ്റം വളരെ പ്രധാനപ്പെട്ട. കുടമാറ്റം ഇത്തവണ സംഭവിക്കുമ്പോൾ എന്തെങ്കിലും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് സാധ്യതയുണ്ടോ? കാരണം ഇന്ന് ദേവസ്വം മന്ത്രിയായിട്ട് അനുമോദ് സംസാരിച്ചായിരുന്നു. ഇത് കഴിഞ്ഞ തവണത്തെ കുടമാറ്റത്തിൽ പല രൂപങ്ങൾ രാമന്റെ ഉള്ള രൂപമുള്ള കുടയൊക്കെ കൊണ്ടുവന്നപ്പോൾ അതിന് രാഷ്ട്രീയ നിറം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലപ്പോഴും ഈ കുടമാറ്റം തിരിച്ചു ചോദ്യമുണ്ട്, രാമൻ ഇതൊരു ക്ഷേത്രോത്സവമല്ലേ, രാമനെ കാണിക്കുന്നതിന് എന്താണ് കുഴപ്പം? അതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം. പക്ഷെ അതിനപ്പുറം ഫുട്ബോൾ കയറി വന്നിട്ടുണ്ട്, അർജന്റീനയൊക്കെ കയറി വന്നിട്ടുണ്ട്. അതായത് ഓരോ ഘട്ടത്തിലെയും സാമൂഹിക പശ്ചാത്തലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കുടകൾ ഇരു വിഭാഗങ്ങളും ഉയർത്തുകയും അത് പലതും വാർത്തകൾ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ദേവസ്വം മന്ത്രിയുടെ കഴിഞ്ഞ ദിവസം പ്രസ്താവന ജാതി മത ഭേദങ്ങൾ ഉണ്ടാക്കുന്ന വൈരാഗ്യമുണ്ടാക്കുന്ന
ഭിന്നിപ്പിന് കാരണമാകുന്ന, സ്പർദ്ധയ്ക്ക് കാരണമാകുന്ന തരത്തിലുള്ള ഒന്നും പാടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു വലിയ വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലായിരിക്കും. വിവാദം ഉണ്ടാകരുതെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മന്ത്രിമാരെയൊക്കെ കണ്ടപ്പോഴെല്ലാം പറയുന്നത് ഇത്തവണത്തെ ഒരു ശബരിമല മോഡൽ ഈ പൂരത്തിൽ ഉണ്ടാവണമെന്നുള്ളത്. കാരണം ഇനി തെരഞ്ഞെടുപ്പ് കാലമാണ് വരുന്നത്. അതൊരു വലിയ പ്രശ്നമായി പിന്നീട് ഒരു ബാധ്യതയെ മാറില്ല. കഴിഞ്ഞ തവണത്തെ ബാധ്യത ഇപ്പോഴും പിന്തുടരുകയാണ്. ഇത് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. വി.എൻ. വാസവനാവട്ടെ, കെ രാജനാവട്ടെ, ആർ ബിന്ദു, അവരെല്ലാം എല്ലായിടത്തും എത്തുന്നു, എല്ലാം അന്വേഷിക്കുന്നു. അതിലുപരി തൃശൂരിനെ കുറിച്ച് പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റു ഉദ്യോഗസ്ഥരെയും കൃത്യമായി വിന്യസിക്കുന്നുണ്ട്, നിയോഗിക്കുന്നുണ്ട്. ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ വിട്ടാൽ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് ഇത്തവണ. ഇത് രാവിലെ തന്നെ രാജൻ ശ്രീധരനോട് സംസാരിച്ചപ്പോൾ അത് പറയുന്നതും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതായത് രാജൻ മാത്രമല്ല ബിന്ദു കുറച്ച് തുറന്നു പറയുന്നുണ്ട്. ഇത്തവണ അങ്ങനെ കൈവിടാൻ പറ്റില്ല, അത് തീർത്ത് പറയുന്നത്. അതെ, അതുകൊണ്ട് തന്നെ നാളെ ഇവിടെ എത്തുന്നവർക്കെല്ലാം സ്വസ്ഥമായി പൂരം കണ്ട് മടങ്ങിപ്പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമെന്നാണ് നമ്മുടെ ഭരണകൂടം ഉറപ്പ് തന്നിരിക്കുന്നത്. ആളുകൾക്ക് ഏറ്റവും വലിയ ആശങ്ക ഈ വെടിക്കെട്ട് സമയത്ത് എവിടെ നിൽക്കാം എന്നുള്ളതാണ്. അപ്പൊ അവര് നമ്മളോട് ഇതുവരെ പറഞ്ഞനുസരിച്ച് സ്വരാജ് റൗണ്ടിൽ അതിന് സുരക്ഷിതമായ അകലത്തിലുള്ള സൗകര്യം ഒരുക്കും എന്നുള്ളതാണ്. എത്രത്തോളം സാമ്പിൾ അങ്ങനെ നടന്നു, സ്വാഭാവികമായിട്ട് ഇനി പൂര ദിവസം അത് ഉണ്ടാകുമോ, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും, ഇതിനെക്കുറിച്ച് പരിചയമുള്ള ഉദ്യോഗസ്ഥർ അതിനെ നിയോഗിക്കപ്പെടുമ്പോൾ. ബിന്ദു മിനിസ്റ്റർ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ഈ ഉദ്യോഗസ്ഥർ പരിചയമുള്ള അതൊന്നുള്ളതല്ല. സ്വാഭാവികമായിട്ട് പോലീസും നാട്ടുകാരും ഒക്കെ തമ്മിൽ ചെറിയ കശവിച്ചൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനിടയിൽ ജനപ്രതിനിധികൾ ഇടപെടുമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം കഴിഞ്ഞ തവണ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്തവണ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഇടപെടും എന്നുള്ള നിലപാടാണ്. അത് തന്നെയാണ് സന്ദേശം. ഇന്ന് രാവിലെ മുതൽ അവരുണ്ടായിരുന്നത്. അവരെല്ലായിടത്തും എത്തുന്നുണ്ട്. നമ്മൾ കൃത്യമായിട്ട് കാണുമ്പോൾ എല്ലായിടത്തും എത്തുന്നു, അന്വേഷിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇടപെടൽ ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ, എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഒരു മനോഹരമായ പൂരത്തിന്റെ സാഹചര്യങ്ങൾ ഒരുക്കുമെന്ന് തന്നെ വേണം കരുതാൻ. എന്നാലും വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് പൂരം പൊട്ടിവിടരാൻ നമ്മളെ മുമ്പിലുള്ളത്. രാവിലെ 6 മണി മുതൽ നമ്മളും ഇറങ്ങുകയാണ്. ഓരോ പൂരത്തിന്റെ വിശേഷങ്ങളും, അതായത് നമ്മുടെ എല്ലാ പോയിന്റിലും ക്യാമറ ഉണ്ടാവും. മഠത്തിൽ വരവാണെങ്കിൽ അവിടെ ഉണ്ടാവും. ഇപ്പൊ രാവിലെ കണിമംഗല ശാസ്താവിന്റെ വരവുണ്ടാവും. അങ്ങനെ ഓരോ ഇലഞ്ഞിത്തറമേളം, അങ്ങനെ ഓരോ മഠത്തിൽ വരവ്, അങ്ങനെ എല്ലാ ചടങ്ങുകൾ ആള് കൂടുന്നതിലല്ല കാര്യം, കാര്യങ്ങൾ പറയുന്നതിലാണ്. അതുകൊണ്ട് ആള് കൂട്ടിയിട്ടല്ല, നമ്മള് കാര്യങ്ങൾ കൃത്യമായ ആൾക്കാരിൽ എത്തിക്കും. കാര്യങ്ങൾ പറയുകയും കാണിക്കുകയും ചെയ്യും. ദൃശ്യങ്ങളും ഉണ്ടാവും ന്യൂസ് 8-ൽ. എന്തായാലും രാവിലെ മുതൽ പ്രേക്ഷകർ എന്തായാലും കാത്തിരിക്കുക. രേണുക, എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും റെഡിയാണ്. ഇവിടെ എല്ലാ സന്നാഹങ്ങളും ഒരുക്കി കഴിഞ്ഞു. ജനം വലിയ ആവേശത്തിലാണ്. നാളെ രാവിലെ മുതൽ ഈ ആവേശം ഡബിളായി മാറും എന്ന കാര്യം കാണണോ, ന്യൂസ് 18 കാണാം. തീർച്ചയായിട്ടും. എന്തായാലും അനുമോദൊക്കെ എത്രയോ വർഷമായി തൃശൂർ പൂരം റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ആ റിപ്പോർട്ടിങ്ങിലെ പരിചയം കൂടി പ്രേക്ഷകർക്ക് ഉപകാരപ്പെടും എന്ന് തന്നെ നമ്മൾ കാത്തിരിക്കാം. എന്തായാലും ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. പൂര വിശേഷങ്ങൾ തീരുന്നില്ല.